ಹೇಳ್ತಾ ಇರೋದು ಅಮೇರಿಕದ ಹೈಕೋರ್ಟ್ ಜಡ್ಜ್ ಹೇಳ್ತಾರೆ ಹಾಗಂತ. ಅವ್ರು ಹೇಳ್ತಾರೆ ಒಂದು ಮಾತನ್ನ, ಇದನ್ನು ನೋಡ್ಬಿಟ್ಟು I have visited all over India in the important places including Taj Mahal. This library is equal or better than Taj Mahal ಅಂತ ಅವರು ಕರೀತಾರೆ. ರಷ್ಯನ್ ಭಾಷೆ, ಚೀನಿ ಭಾಷೆ, ಕೊರಿಯಾ ಭಾಷೆ, ಈಗ 5,000 ಡಿಕ್ಷನರಿಗಳಲ್ಲಿದೆ. ಅನ್ನೋದು ಅಷ್ಟು ಎಲ್ಲ ಬುಕ್ಸು ಇವನ್ ಯಾವ ಪ್ರಪಂಚದಾಗ ಎಲ್ಲಿ ಸಿಗ್ತಾವೋ ಇಲ್ಲ ಗೊತ್ತಿಲ್ಲ, ಇಲ್ಲಿ ಆ ಬುಕ್ ಸಿಗ್ತಾವ. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിന്ന് മൈസൂരിനടുത്ത് പാണ്ഡവപുര എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ഇപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് ശരിക്കും 2 കിലോമീറ്റർ ഉൾഭാഗത്തേക്ക് ഹാരലഹള്ളി എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ട്. അവിടെ പോയിട്ട് ഒരു പ്രസിദ്ധനായ ഒരു വ്യക്തി ഉണ്ട്, ലെംക വേൾഡ് റെക്കോർഡിലൊക്കെ വന്ന് ഒരു അങ്കേ ഗൗഡ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട്. നിങ്ങളൊക്കെ കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവും. വളരെ പ്രസിദ്ധമാണ്. എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ 2 ലക്ഷം ബുക്കുകളുടെ ഒരു ലൈബ്രറി സ്വന്തമായി ഉണ്ടാക്കി അയാളെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഓക്കെ, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ ഫസ്റ്റിൽ കാണുന്ന ഒരു ചെറിയൊരു അങ്ങാടിയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഓട്ടോ ഉണ്ട്, ഗ്രൂപ്പ് ഓട്ടോ ആണുള്ളത്. അപ്പോൾ അതിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ വേണം അങ്ങോട്ടേക്ക് പോകാൻ. ഹാരലഹള്ളി എന്ന ഗ്രാമമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു ചെറിയ കൊച്ചു അമ്പലമുണ്ട്. ഏകദേശം ഇവിടെയാണ് ഇവരുടെ വീട്. ഞാൻ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷിച്ച് പോവാണ്. കറക്റ്റ് എനിക്ക് ലൊക്കേഷൻ അറിയില്ലായിരുന്നു. നോക്കാം. പാണ്ഡവപുരയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാലാണ് ഹാരലഹള്ളി എന്ന് പറയുന്ന ഈ ഗ്രാമത. അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതിന് ശേഷം റോഡ് സൈഡ് തന്നെ നമുക്ക് കാണാൻ അങ്കേ ഗൗഡൻ്റെ വീടും ഇയാളുടെ ഈ ബുക്കിൻ്റെ ലൈബ്രറി പോലുള്ള സാധനം ഞാൻ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. എൻട്രൻസിൽ തന്നെ കാണാൻ ഒരുപാട് ചാക്ക് കെട്ടുകളാണ്. ഈ കാണുന്ന മുഴുവനും പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു. പോയി നോക്കാം നമുക്ക്. ഇത് ഈ ബിൽഡിങ് മുഴുവൻ അതാണ്. ശരിക്കും ഇതിൻ്റെ ചരിത്രം നമുക്ക് കേൾക്കാം. അയാൾ അവരുടെ ഉള്ളിലുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇതെല്ലാം കാണുന്ന ഈ കാണുന്ന മൂടിയിട്ട മുഴുവനും പുസ്തകങ്ങളാണ്. നോക്കാം നമുക്കിതാ. ഇതാണ് ഇവരുടെ എൻട്രൻസ്. കാണുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ പോകുന്നത് ഒരു ബുക്കിൻ്റെ കാർഡ് പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഫസ്റ്റിൽ ജസ്റ്റ് ഒന്ന് കാണാം, പുസ്തകങ്ങളുടെ അറേഞ്ച്മെൻ്റ് ഒന്ന് കാണാം നമുക്ക്. അല്ല, ഫുള്ള് കാണുന്ന പുസ്തകങ്ങളാണ്. ശരിക്കും ഒരു പുസ്തകത്തിൻ്റെ കാർഡ് എന്ന് തന്നെ പറയാൻ പറ്റും. അത്രക്കും പുസ്തകങ്ങളാണ്. ഇത് എവിടെ ഇത്രയും നമുക്ക് എവിടെ കാണാനും കഴിയില്ല. ഇതല്ല, ഇത് ഒരു സൈഡ്. ഒരു മനുഷ്യനെ സമ്മതിക്കണം. നമ്മളൊരു ജീവിതകാലം മുഴുവനും പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച മനുഷ്യൻ്റെ കഥയെ പറയാൻ പോകുന്നത്. അതിലെങ്ങോട്ടേക്ക് പോവാ? ഇതല്ലേ അവിടേക്ക്. ഈ സൈഡൊക്കെ പുസ്തകങ്ങൾ. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നതെല്ലാം പുസ്തകങ്ങളുടെ കഥ. ഈ ഇതെല്ലാം പുസ്തകങ്ങളായിരിക്കും. എല്ലാ അലമാറയിലും പുസ്തകങ്ങളാണ്. ഇതവിടെ ഇതല്ലേ. വിശദമായിട്ട് അവർ അങ്കേഗൗഡ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യം ജസ്റ്റ് ഒരു വ്യൂ കാണാം നമുക്ക്. നോക്കി, ഇതെല്ലാം ലൈബ്രറി. ഇതെല്ലാം ലൈബ്രറിയിലും അച്ചടക്കത്തോടു കൂടിയാണ് ശരിക്കും എല്ലാം വെച്ചത് അല്ലേ. ഇവിടെ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും അതിശയമാണ്. ഇത് സംഭവം ഒരു അതിശയം തന്നെയാണ് ശരിക്കും. ഇതല്ലേ, ഇവിടെ ഇനി ഉള്ളിലോട്ട് പോയാൽ ഇതും പുസ്തകങ്ങൾ. എല്ലാം പുസ്തകങ്ങളുടെ ഒരു കഥയാണ്. ഇവിടെ ലൈറ്റ് കുറവുണ്ട്, എന്നാലും കണ്ടില്ലേ
ഇവിടെ പുസ്തകങ്ങൾ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അറ്റം കിട്ടില്ല, അത്രക്കും ഏരിയകളിൽ പുസ്തകങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നടക്കുക. ഇപ്പോൾ ദാ ഇവരുണ്ട്, എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. ഇവിടെ ധാർവാഡ് അങ്ങനത്തെ പല സ്ഥലങ്ങളിലും ആൾക്കാർ പല ഹിസ്റ്ററി ബുക്ക്, രാജ്കുമാറിൻ്റെ പലതാ ഇവിടെയൊക്കെ നോക്കാം, നമുക്ക് കാണിക്കാം. അതാ ഇതെല്ലാം ഇത് ഒരുപാട് ഏരിയകളിൽ നീ മുകളിലേക്ക് ഉണ്ട്, മുകളിലേക്ക് പോയി നോക്കാം. ഇവിടെ എല്ലാത്തരം ഭാഷകളിലുള്ള റെഫറൻസ് ബുക്കുകൾ, ഹിസ്റ്ററി ബുക്കുകൾ, അക്കാഡമിക് ബുക്കുകൾ, സയൻസ് ബുക്കുകൾ, ചരിത്രം എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ ഇവർ ಧಾರವಾಡ ഇവിടുന്ന് ഏകദേശം ಎಷ್ಟು ದೂರ ನಿಮ್ಮದು? ತುಮಕೂರು ಡಿಸ್ಟ್ರಿಕ್ಟ್ ಚಿಕ್ಕನಹಳ್ಳಿ. ಓಕೆ. ತುಮಕೂರು ಡಿಸ್ಟ್ರಿಕ್ಟ್ ಚಿಕ್ಕನಹಳ್ಳಿ ತಾಲೂಕಿಂದ ಬಂದಿದ್ದೀವಿ. ಡಾಕ್ಟರ್ ರಾಜ್ಕುಮಾರ್ ಅವರ ಬುಕ್ಸ್ ಬೇಕು ಅಂತ ಬಂದಿದ್ದೀವಿ. ಭಾಳಷ್ಟು ಬುಕ್ಸ್ ನನಗೆ ಎಲ್ಲೂ ಸಿಗಲ್ದಂಥ ಬುಕ್ಸು, ಸುಮಾರು 25-30 ವರ್ಷದಿಂದ ಹುಡುಕ್ತಾ ಇದ್ದಂಥ ബുക്സുകൾ ನನಗೆ ಸಿಕ್ಕಿದೆ. ಭಾಳ ಖುಷಿ ಆಗ್ತದೆ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള രാജ്കുമാറിൻ്റെ 10-30 വർഷം പഴക്കമല്ല, അതിലും വർഷം പഴക്കമുള്ള അവരെല്ലാ സ്ഥലങ്ങളിലും നോക്കി കണ്ടിട്ടില്ല. അപ്പോൾ അവസാനം മൂപ്പര് ഇവിടെ നിന്ന് കണ്ടെത്തിയില്ലേ, സിക്കിതു. അതെ. അപ്പോൾ അങ്ങനെ അത്രക്കും എന്താ വെച്ചാൽ പ്രോബ്ലം എന്താ വെച്ചാൽ കണ്ടെത്താനുള്ള ഒരുപാട് കഷ്ടപ്പാടാണ്. കാരണം അത്രക്കും കട്ടിയായിട്ട്, കാരണം ഇവർ 2 പേര് മാത്രം, ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ, അങ്കേഗൗഡും ഭാര്യയും മാത്രമേ ഉള്ളൂ ഇവിടെ, സ്റ്റാഫുകളൊന്നുമില്ല. അപ്പോൾ ഇവർ മാത്രമായിട്ട് ഇത് അറേഞ്ച് ചെയ്യണമൊക്കെ വലിയ കഷ്ടമാണ്. 30 ವರ್ಷದಿಂದ ಹುಡುಕ್ತಾ ಇದ್ದಂತ ಪುಸ್ತಕಗಳು ಇಲ್ಲಿ ಸಿಕ್ಕಿದೆ ನನಗೆ. 30 ವರ್ಷമായി നോക്കുന്ന ബുക്കുകൾ ഇപ്പോഴും ഇവിടെ കണ്ടെത്തി എന്നാ പറയുന്നത്. അത്രയും അതിശയം തോന്നുന്നു മൂപ്പർക്ക്. 50-60 ವರ್ಷದ ಹಿಂದಿನ ಪುಸ್ತಕಗಳು, അതും ಅವಾಗ ಮುದ್ರಣ ಆಗಿದ್ದು, ಅವಾಗ ಪ್ರಿಂಟ್ ಆಗಿದ್ದು ಇಲ್ಲಿ ಸಿಕ್ಕಿದೆ. 50 വർഷം മുമ്പ് പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളും മൂപ്പർക്ക് ഇവിടെ അവൈലബിൾ ആണെന്നാ പറയുന്നത്. എന്താ ഒരു വലിയൊരു അതിശയമുള്ള കാര്യം. എന്തായാലും ഇത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം. അപ്പുറമൊക്കെ പോകുന്നുണ്ട്. ഇനി മുകളിലുണ്ട്, 2 തട്ട് അപ്പുറത്തുണ്ട്, പല ഭാഗങ്ങളുണ്ട് കാണിക്കാൻ. ഈ പുസ്തകങ്ങളുടെ ലൈബ്രറി കണ്ടാൽ നമുക്ക് ഒരുപാട് അതിശയം തോന്നും. കാരണം ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു അറ്റല്ല. ഇതിന് ഒരു സത്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു പുസ്തകങ്ങളുടെ ഫോറസ്റ്റിലേക്ക് ഞാൻ വന്നതുപോലെ എനിക്ക് ടോട്ടലി ഇവിടുത്തെ മുകളിൽ താഴെയൊക്കെ നോക്കിയപ്പോൾ. പിന്നെ കർണാടകൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ ഹിസ്റ്ററിയൊക്കെ തിരഞ്ഞിട്ട് ആൾക്കാർ വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് ചിലവരെ കാണാൻ ഒന്ന് പരിചയപ്പെടാം. ನಿಮ್ಮ ಹೆಸರು ಹೇಳಿ? ನಮ್ಮ ಹೆಸರು ಶ್ರೀದೇವಿ ಅಂತೇಳಿ. ನಂದು ಬಿಟ್ಟು ಗುಲ್ಬರ್ಗ ಡಿಸ್ಟಿಕ್ ನಂದು. ಆದ್ರೆ ನನ್ಗಿಲ್ಲಿ ಒಬ್ರು ಹಾಗೆ ಹೇಳಿದ್ರು ಬುಕ್ಸ್ ಸಿಗ್ತವೆ ಅಂತೇಳಿ. ಇಲ್ಲಿ ಬಂದು ನೋಡಿದ್ರೆ ಎಲ್ಲಾ ಹಳೆ ಬುಕ್ಸ್ ನಾನು ಫಸ್ಟ್ ನೋಡಿದ್ದೆ. ಈ ತರ ಇಷ್ಟು ಒಂದು ಬೃಹತ್ತವಾದ ಲೈಬ್ರರಿ ನಾನು ನೋಡಿದ್ದೀನಿ ನಮ್ಮ ಯೂನಿವರ್ಸಿಟಿಯಲ್ಲಿ. ಅದು ಹಳೆ ಸ್ಟಾಕ್ ಹಿಂಗೆ ಹಿಡಿದ್ರೆ ಪೇಜ್ ಎಲ್ಲ ಕಿತ್ತಿ ಬೀಳುತ್ತೆ. ಆದ್ರೆ ಇಲ್ಲಿ ನೋಡಿದ್ರೆ ನನಗೆ ಏನಿಸ್ತದೆ, ಇವ್ರ ಆಸ್ತಿ ಏನಿಲ್ಲ, ಓನ್ಲಿ ಬುಕ್. ಇಂಥ ಜ್ಞಾನ ಭಂಡಾರ ಗಳಿಸಿದಾರಂದ್ರೆ ನನಗೊಂಥರ ಹೆಮ್ಮೆ ಆಯಿತು. ಆದರೆ ಕೆಲವೊಂದು ಬುಕ್ ಸಿಗ್ತಾವದ್ ಬಂದಿನಿ ಹಳೆ ಸ್ಟಾಕ್. ಯಾಕಂದ್ರೆ ಕೆಲವೊಂದು ಸಾಹಿತಿಗಳದ್ದು ರೀಪ್ರಿಂಟ್ ಇಲ್ಲ ಒಂದೊಂದು ಕಡೆ ಎಲ್ಲ. ಆ ಪ್ರಿಂಟ್ಗಳು ಇವ್ರ ಕಡೆ ಸಿಗ್ತಾವನ್ನ ಒಂದು ನಂಬಿಕೆ ಇಟ್ಕೊಂಡು ಫುಲ್ ನೈಟ್ ಜರ್ನಿ ಮಾಡ್ಕೊಂಡು ಬಂದಿದ್ದೀನಿ. ಕೆಲವೊಂದಿಷ್ಟು ಸಿಕ್ಕಿದಾವೆ, ಇನ್ನು ಕೆಲವು ಒಂದು 10 ಗಂಟೆಗೆ ಬಿಟ್ಟಿದ್ದೆ ನಿನ್ನೆ ನಾನು. 10 ಗಂಟೆಗೆ ಬಿಟ್ರೆ ಇವತ್ತು 10 ಗಂಟೆಗೆ ಬಂದಿರೋದು. ಒಂದು ಜಾಸ್ತಿ ಬೇಕು, ಯಾಕಂದ್ರೆ ಯಾವ ಬುಕ್ಸ್ ಎಲ್ಲಿ ಅದಾವಂತ ಅಷ್ಟೊಂದು ಇಟ್ಟಿದ್ದಾರೆ, ಆದ್ರೂ ಕಡಿಮೆ ಒಂದೊಂದ್ ಕಡೆ ಪ್ಲೇಸಿಗೆ ಸಿಗೋದು ಕಷ್ಟ. ಯಾಕಂದ್ರೆ ಇವನ್ ಎಲ್ಲಾ ಆ ಥರದ್ದು ಅದಾವೆ, ನಮಗೆ ಬೇಕಾಗಿರೋ ಆ ಥರ ಈಗ ಡಿಗ್ಗಿ ಅದಾವ. ಲೈನ್ ವೈಸ್ ಇದ್ರೆ ನಮ್ಗೆ ಸಿಗ್ಬೋದಿತ್ತು. ಇದು ಕನ್ನಡ ಇಂಥವ್ರ ಸಾಹಿತಿಗಳದು ಒಂದೊಂದು ಸೈಡ್ ಅಂತೆ. ಬಟ್ ಇಲ್ಲಿ ಆ ಥರ ಇಲ್ಲ, ಸಿಗ್ತವೆ, ಹುಡುಕ್ಬೇಕಷ್ಟೇ. ನಮ್ಮ ಪ್ರಯತ್ನ ಸಿಕ್ಕರೆ ನಮ್ಗೆ ಬೇಗ ಸಿಕ್ಕರೆ ನಮ್ಮ ಅದೃಷ್ಟ ಅಂತ ಅನ್ಕೋಬೇಕಷ್ಟೇ. ಅದಕ್ಕೇನಿಲ್ಲ, ಒಳ್ಳೇದು. ಅವರು ಇಷ್ಟು ಇದು ಮಾಡಿದ್ದಕ್ಕೆ ಜ್ಞಾನ ಭಂಡಾರವನ್ನು ಸಂಪಾದನೆ ಇಲ್ಲಿ ಸಿಕ್ಕಿದ್ದು ನೀವು ಸಿಗ್ತಾ ಇದೆ. ಸಿಗ್ತಾ ಇದೆ, ಬಟ್ ಸರ್ಚ್ ಮಾಡಬೇಕು, ಹುಡುಕ್ಬೇಕಷ್ಟೇ. ಅದಕ್ಕೆ ಟೈಮ್ ಬೇಕು. ಇವನ್ ಪೇಷನ್ಸ್ ಇಟ್ಕೊಂಡು ಹುಡುಕ್ಬೇಕು. ಅವರು ಅಂಗೇಗೌಡ ಹತ್ರ ಅಪ್ರಿಶಿಯೇಟ್ ಮಾಡಬೇಕು. ಅವ್ರು ಇಷ್ಟು ಯಾರು ಈ ತರ ಬುಕ್ಸ್ ಇಷ್ಟೊಂದು ನಾನು ಫಸ್ಟ್ ಟೈಮ್ ಕೇಳಿದ್ದೆ. ನಾನು ಬರೇ ಯೂಟ್ಯೂಬ್ ಅಲ್ಲಿ ಅದು ನೋಡಿದ್ದೆ, ನನ್ನ ಫ್ರೆಂಡ್ಸು ಹೇಳಿದ್ರು. ಆದ್ರೆ ನನಗೆ ಇಲ್ಲಿ ಬಂದಾಗ ಅನ್ಸಿದ್ದು ಇರ್ಬೋದು, ಏನೋ ಒಂದು 2 ರೂಮ್ ಇರ್ಬೋದು ಅಂತ ಅನ್ಕೊಂಡಿದ್ದೆ ನಾನು. ಆದ್ರೆ ಇಲ್ಲಿ ಬುಕ್ಸ್ ನೋಡಾಕಂತ್ರು ಕಣ್ಣು ನನಗೆ 2 ಲಕ್ಷ ಮೇಲೆ ಇದೆ. 2 ಲಕ್ಷ ನೋಡಾಕೆ ನನಗೆ ಸಾಕಾಗ್ತಿಲ್ಲ. ಎಷ್ಟು ನೋಡಿದ್ರು ಯಾವ ಬುಕ್ ಹುಡುಕ್ಬೇಕು, ಎಲ್ಲಿ ಯಾವ್ದಾವ ಅನ್ನೋದು ಅಷ್ಟು. ಎಲ್ಲಾ ಬುಕ್ಸು ಇವನ್ ಯಾವ ಪ್ರಪಂಚದಾಗ ಎಲ್ಲಿ ಸಿಗ್ತಾವೋ ಇಲ್ಲ ಗೊತ್ತಿಲ್ಲ, ಇಲ್ಲಿ ಆ ಬುಕ್ ಸಿಗ್ತಾವ. ಓಕೆ, ಅವರು ಒಂದು ಇದು ಸಂಪಾದನೆ ಮಾಡಿದಕ್ಕೆ ಇನ್ನೂ ಅವರಿಗೆ ಶಕ್ತಿ ಕೊಡ್ಲಿ, ಇದು ಇನ್ನೂ ಬೆಳೆಸ್ಕೊಂಡು ಹೋಗ್ಲಿ ಅನ್ನೋದು ನನ್ನ ಆಸೆ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇതിൻ്റെ ഈ 2 ലക്ഷത്തിലധികം പുസ്തകങ്ങളുള്ള ഈ മഹാനായ വ്യക്തി ಅಂಗೇಗೌಡ എന്ന് പറയുന്ന ആളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. സർ നമസ്തേ. ನಮಸ್ತೆ ಸರ್. ನಮಸ್ತೆ.
ನಮಸ್ತೆ ಸರ್. ಥ್ಯಾಂಕ್ ಯು ಸರ್, ಥ್ಯಾಂಕ್ ಯು, ನಮಸ್ತೆ. ನೀವು ಹೇಳಿ ಸರ್, ನಿಮ್ದು ಸ್ವಲ್ಪ ಹೇಳಿ, ನಿಮ್ದು ಇದೇನಕ್ಕೂ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದು, ಎತ್ತರ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದು, ಸ್ವಲ್ಪ ಮಲಯಾಳ ಜನ ಜಾಸ್ತಿ ಹೇಳ್ಬೇಕು ಅದಕ್ಕೂ. ನನ್ನ ಹೆಸರು ಅಂಕೇಗೌಡ ಅಂತ. ಮೈ ನೇಮ್ ಈಸ್ ಅಂಕೇಗೌಡ. ನಾನು ಕರ್ನಾಟಕದ ಮಂಡ್ಯ ಜಿಲ್ಲೆಯವನು. ಇಲ್ಲಿ ಸುಮಾರು 20 ರಿಂದ 25 ಲಕ್ಷ ಪುಸ್ತಕಗಳನ್ನು ನಾನು ಒಬ್ಬ ವ್ಯಕ್ತಿ ಕಳೆದ 50 ವರ್ಷಗಳಿಂದ ಸಂಗ್ರಹಿಸಿದ್ದೇನೆ. ಹ್ಯಾವ್ ಕಲೆಕ್ಟೆಡ್ 50,000 ಬುಕ್ಸ್ ಫ್ರಮ್ 50 years. ಈ ಕಾರಣ ಏನು ಅಂದರೆ, ಇಲ್ಲಿ ಹಳ್ಳಿಗಾಡಿನ ಮಕ್ಕಳಿಗೆ ಓದಲಿಕ್ಕೆ ಅನುಕೂಲ ಆಗಲಿ. ಆ ಕಾಲದಲ್ಲಿ 1970-75 ನಾನು ಓದೋ ಕಾಲದಲ್ಲಿ ಪುಸ್ತಕಗಳೇ ಸಿಗ್ತಿರಲಿಲ್ಲ. ಅದು ಕಾಂಪಿಟೇಟಿವ್ ಎಕ್ಸಾಮ್ಗಳಿಗೆ ಮಕ್ಕಳು ಓದಲಿಕ್ಕೆ ಪುಸ್ತಕಗಳೇ ಸಿಗ್ತಿರಲಿಲ್ಲ ಹಳ್ಳಿಗಾಡಿನ ಮಕ್ಕಳುಗಳಿಗೆ. ಇದನ್ನೆಲ್ಲ ಗಮನದಲ್ಲಿಟ್ಕೊಂಡು ನಾನು ಏನಾದರೂ ಮಾಡಿ ಈ ಪುಸ್ತಕಗಳನ್ನು ಸಂಗ್ರಹಿಸಿ ಇದನ್ನು ಒಂದೇ ಸೂರಿನಡಿ ಇದನ್ನೆಲ್ಲ ಸಂಗ್ರಹ ಮಾಡಿ ಎಲ್ಲ ಮಕ್ಕಳುಗಳು ಇದನ್ನ ಇದು ಮಾಡಬೇಕು. ಇದರಲ್ಲಿ ಯಾವುದೇ ವಿಧವಾದ ಫೀಸ್ ಆಗಲಿ, ಮೆಂಬರ್ಶಿಪ್ ಫೀಸ್ ಆಗಲಿ ಯಾವುದನ್ನೂ ತಗೊಳ್ಳದೇ ಕೊಡಬೇಕು ಅಂಥೇಳಿ ನಾನು 50 ವರ್ಷದಿಂದ ಇದನ್ನು ನಡೆಸ್ಕೊಂಬರ್ತಾ ಇದ್ದೀನಿ. ಸ್ನೇಹಿತರೆ, ಈಗ ತಾವು ನೋಡ್ತಾ ಇದ್ದಂಗೆ ಇದೊಂದು ಮಹಾನ್ ಸಾಗರ. ಇಲ್ಲಿ ನನ್ನ ಪರಿಶ್ರಮ ಎಲ್ಲನೂ ಇದಕ್ಕೆ ವಿನಿಯೋಗಿಸಿ ನನ್ನ ಆಸ್ತಿಗಳ ಮಾರಾಟ ಮಾಡಿ ನಾನು 35 ವರ್ಷ ನಾನು ಪಡೆದ ಸಂಬಳದ 80 ಭಾಗವನ್ನು ಈ ಒಂದು ಗ್ರಂಥಾಲಯಕ್ಕೆ ನಾನು ವಿನಿಯೋಗ ಮಾಡಿದ್ದೇನೆ. ಇಲ್ಲಿ ಯಾವುದೇ ವಿಧವಾದ ಪ್ರತಿಫಲ ಇಲ್ಲದೇ ಮಾಡಿದ್ದೇನೆ. ಆದರೆ ಇತ್ತೀಚೆಗೆ ಇದನ್ನು ನಡೆಸಲಿಕ್ಕೆ ಭಾಳ ತೊಂದರೆ ಆಗ್ತಾಯಿದೆ. ಸರ್ಕಾರಗಳು ಸ್ಪಂದಿಸ್ತಾ ಇಲ್ಲ. ಸಾರ್ವಜನಿಕರು ಬಂದರೆ ಅವರು ಅದ್ರ ಬಗ್ಗೆ ಏನು ಗಮನನ ತಗೊಳ್ತಾ ಇಲ್ಲ. ಇಲ್ಲಿ ಸುಮಾರು 10 ಲಕ್ಷ ಪುಸ್ತಕಗಳು ಇನ್ನು ನೆಲದ ಮೇಲೆ ಇದೆ. ಇದನ್ನೆಲ್ಲ ತೆಗೆದು ಆಲ್ಮೇರ ಮಾಡಬೇಕು. ಇದು ಕ್ಲಾಸಿಫಿಕೇಷನ್ ಆಗಬೇಕು. ಬಂದಂಥ ಜನಗಳಿಗೆ ಅನುಕೂಲ ಆಗ್ತಕ್ಕಂಥ ರೀತಿಯಲ್ಲಿ ಎಲ್ಲವನ್ನೂ ನಾನು ಇದನ್ನು ಮಾಡಬೇಕಾದ ಒಂದು ಚಾಲೆಂಜ್ ನನಗೆ ಒಗ್ಗಿದೆ. ಇಲ್ಲಿ ಎಲ್ಲ ಭಾಷಾ ಪುಸ್ತಕಗಳಿವೆ. ಕನ್ನಡ, ಹಿಂದಿ, ಇಂಗ್ಲೀಷು, ತಮಿಳು, ತೆಲುಗು, ಮರಾಠಿ, ಬಂಗಾಳಿ, ಎಲ್ಲ ಥರದ ಬುಕ್ಸ್ಗಳು ಇಲ್ಲಿವೆ. ಈಗ ಮಲಯಾಳಂ ಪುಸ್ತಕಗಳನ್ನು ನಮ್ಮ ಓದಾಗ ನಾನು ತೋರಿಸ್ತೀನಿ. ಅವು ಸಹ ಇಲ್ಲಿ ಎಲ್ಲ ಸೇರಿಕೊಂಡಿವೆ. ಇಲ್ಲಿ ಜೊತೆಗೆ ಇಲ್ಲಿ ವಿಶೇಷತೆ ಏನು ಅಂದರೆ 3,000 ರಾಮಾಯಣಗಳಿವೆ, 5,000 ಡಿಕ್ಸ್ನರಿಗಳಿವೆ, 2,500 ಗಾಂಧೀಜಿ ಬಗ್ಗೆ 2,500 ಗ್ರಂಥಗಳು ಗಾಂಧೀಜಿ ಬಗ್ಗೆ ಇಲ್ಲಿವೆ. ಇಲ್ಲಿ ವೇದಗಳು, ಉಪನಿಷತ್ತುಗಳು, ಪುರಾಣಗಳು, ಜೈನ ಸಾಹಿತ್ಯ, ಬೌದ್ಧ ಸಾಹಿತ್ಯ, ಎಲ್ಲ ಥರದ ಧಾರ್ಮಿಕ ಗ್ರಂಥಗಳನ್ನು ಸಹ ಇಲ್ಲಿವೆ. 2,500 ಭಗವದ್ಗೀತೆಗಳಿವೆ. ಸ್ನೇಹಿತರೆ, ನೆನಪಿಟ್ಟುಕೊಳ್ಳಿ, 2,500 ಭಗವದ್ಗೀತೆಗಳಿವೆ. ಹೀಗೆ ಎಲ್ಲ ಥರದ ಗ್ರಂಥಗಳನ್ನು ಇಲ್ಲಿ ಒಂದು ಕಡೆ 50 ವರ್ಷಗಳಿಂದ ಪರಿಶ್ರಮದಿಂದ ಕಲೆ ಹಾಕಿ ನಾನು ಯಾವುದೇ ವಿಧವಾದ ಪ್ರತಿಫಲ ಇಲ್ಲದೇ ಮಾಡಿದ್ದೇನೆ. ಇದನ್ನು ಉಳಿಸ್ಕೋಬೇಕು. ನಾನು ಪ್ರತಿನಿತ್ಯ ಒಂದು ಆತಂಕ ಪಡ್ತಾ ಇದ್ದೀನಿ. ಇದು ಮುಂದೆ ಇದೇನಾದ್ರು ಹಾಳಾದರೆ ಏನು ಮಾಡೋದು ಅಂತ ಯೋಚನೆ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಸಾರ್ವಜನಿಕರಾಗ್ಬೋದು, ಯಾರೇ ದಾನಿಗಳಾಗ್ಬೋದು, ಇದಕ್ಕೇನಾದರೂ ನೀವು ಸಹಾಯವನ್ನು ನೀಡಿದ್ರೆ ಇಲ್ಲಿ ಸುಮಾರು ಕನಿಷ್ಠ ಅಂತಂದರೆ ಒಂದು 10 ರಿಂದ 20 ಕೋಟಿ ಹಣ ಬೇಕಾಗುತ್ತೆ. ಏಕೆಂದರೆ ಇದನ್ನೆಲ್ಲ ಕ್ಲಾಸಿಫಿಕೇಷನ್ ಆಗಬೇಕು. 1,000 ಆಲ್ಮೇರೆಗಳು ಬೇಕಾಗುತ್ತೆ. ಹೊರಭಾಗದಲ್ಲಿ ಇನ್ನೂ ಒಂದು 7-8 ಲಕ್ಷ ಇದಿದೆ. ಇದನ್ನೆಲ್ಲ ಕಲೆಕ್ಟೇನು ಮಾಡಿದ್ದೀನಿ. ಇದನ್ನು ಸಾರ್ವಜನಿಕರಿಗೆ ವಿತರಣೆ ಮಾಡೋದಿದೆಯಲ್ಲ, ಅದು ಒಂದು ಸವಾಲಾಗಿದೆ. ತಾವುಗಳೆಲ್ಲ ಸಹಕರಿಸಿ ಮತ್ತು ಈ ಗ್ರಂಥಾಲಯ ನೋಡಲು ಖುದ್ದು ಬಂದು ನೋಡಿ. ಇದೊಂದು ವಿಶ್ವಕೋಶ ಇದ್ದಂಗೆ. ಪ್ರಪಂಚದಲ್ಲಿ ಇದು 8ನೇ ಅದ್ಭುತ. ಅದನ್ನು ಹೇಳ್ತೀನಿ. ಒಬ್ಬ ಸಾಮಾನ್ಯ ರೈತನ ಮಗ ಅವನು ಕನಿಷ್ಠ ಇಂಥದ್ದೊಂದು ಕೆಲಸವನ್ನು ಮಾಡಿದ್ದಾರೆ ಅಂದರೆ ಯಾರೂ ಮಾಡೋಕ್ಕಾಗಲ್ಲ. ನಾನು ಬದ್ಧತೆಯಿಂದ ಮಾಡಲೇಬೇಕು ಅಂತ ಹಗಲು ರಾತ್ರಿ ಎಂದೇ ನಾನು ಭಾಳ ಸರಳವಾದ ಜೀವನ ಮಾಡಿಕೊಂಡು ಈ ಕೆಲಸ ಮಾಡಿದ್ದೀನಿ. ಇದೆಲ್ಲ ಇವತ್ತು ಸಮಾಜ ಎಲ್ಲ ಕೈ ಜೋಡಿಸಿದ್ರೆ ಇದೊಂದು ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಟ್ಟದ ಒಂದು ಗ್ರಂಥಾಲಯ ಆಗುತ್ತೆ. ಇಲ್ಲಿ ಪುರಾತನ ಕಾಲದ ಎಲ್ಲ ಗ್ರಂಥಗಳು ಇಲ್ಲಿವೆ. ಸ್ನೇಹಿತರೆ, ಇಲ್ಲಿ ನೋಡಿ, ಒಂದು ಸಾರಿ ಹಳೆಯ ಗ್ರಂಥಗಳು, ಈ 100 ವರ್ಷದ ಹಳೆಯ ಗ್ರಂಥಗಳು ನೋಡಿ ತಾವು. ಇಂಥದ್ದೆಲ್ಲ ಹಾಳಾಗ್ತಾ ಇದೆ. ಇದೆಲ್ಲ 100 ವರ್ಷ 100 ವರ್ಷಕ್ಕಿಂತ ಮೇಲಾದ್ದು ಬನ್ನಿ. ಹಾಗೇನೆ ಈ ಗ್ರಂಥಗಳು ಉಳಿಸ್ಬೇಕು ಅನ್ನೋದು ನನಗೆ ಒಂದು ಹಠ ಇದೆ. ನೋಡಿ, ಇದೆಲ್ಲ 106 ವರ್ಷದ ಗ್ರಂಥಗಳು. ಹೀಗೆ ತೋರಿಸಿದ್ದೆಲ್ಲ ಇದನ್ನ ನೋಡಿ. ഇതെല്ലാം 100 വർഷത്തിന് മേലെ പഴക്കമുള്ള പുസ്തകങ്ങൾ നമ്മൾ ഈ കാണുന്ന ലൈബ്രറികൾ ഇവിടെ ഈ സൈഡിലുള്ളത്. ಇಂಥದ್ದು ಸುಮಾರು ಒಂದು 15-16 ಆಲ್ಮೇರೆಗಳು ಬರೀ ಓಲ್ಡ್ ಪುಸ್ತಕಗಳನ್ನೇ ಕಲೆಕ್ಟ್ ಮಾಡಿದ್ದೀನಿ. ಇದನ್ನೆಲ್ಲ ಉಳಿಸ್ಕೋಬೇಕು ಅಂತ ಹಗಲು ರಾತ್ರಿ ಹೋರಾಟ ಮಾಡ್ತಾ ಇದ್ದೀನಿ ನನ್ನ ಕೈಲಿ. ಏಕೆಂದರೆ ಆರ್ಥಿಕವಾಗಿ ನಾನು ಇರ್ತಕ್ಕಂಥ ಮೈಸೂರಿಲ್ದ ಸೈಟ್ ಮಾರಾಟ ಮಾಡಿ ನನ್ನದೇ ಇಲ್ಲದೆ ಇರ್ತಕ್ಕಂಥ ನಾನು ರಿಟೈರ್ಡ್ ಆದಾಗ ಬಂದಂಥ ಒಂದು 35 ಲಕ್ಷ ಹಣನೂ ಇದಕ್ಕೆ ವಿನಿಯೋಗ ಮಾಡಿ, ಹೀಗೆ ಎಲ್ಲ ಥರದಲ್ಲಿ ನನ್ನ 30 ವರ್ಷ ಸಂಬಳದ ಹಣವನ್ನೆಲ್ಲ ಇದಕ್ಕೆ ವಿನಿಯೋಗ ಮಾಡಿದ್ದೀನಿ.
ನನಗೇನು ಅಂದರೆ ಇದು ಒಂದೇ ಸೂರ್ಯನ ಜಗತ್ತಿನ ಜ್ಞಾನ ಎಲ್ಲ ಇರಬೇಕು, ಅದನ್ನು ನಮ್ಮ ಮಕ್ಕಳು ಓದಬೇಕು ಅನ್ನೋದೊಂದು ದೃಷ್ಟಿ ಇಟ್ಕೊಂಡು ಇದನ್ನು ಮಾಡಿದ್ದೇನೆ ಹೊರತು ಮತ್ತಾವ ದೃಷ್ಟಿಯಿಂದ ಅಲ್ಲ. ಇದನ್ನು ತಾವುಗಳೆಲ್ಲ ದೊಡ್ಡ ಮನಸ್ಸು ಮಾಡಿ ಉದಾರವಾದ ದೇಣಿಗೆಯನ್ನು ಕೊಟ್ಟರೆ ಈ ಗ್ರಂಥಾಲಯವನ್ನು ಇನ್ನೂ ಏನು ನಾವು 6ನೇ ಶತಮಾನದ ನಳಂದ ವಿಶ್ವವಿದ್ಯಾಲಯ ಅಂತ ಹೇಳ್ತಾ ಇದ್ದು ಅದರ ಪ್ರತಿರೂಪವಾಗಿ ಇದು ಗ್ರಂಥಾಲಯ ಇದೆ ಅಂತ ನಾನೆಲ್ಲ ಹೇಳ್ತಾ ಇರೋದು. ಅಮೇರಿಕದ ಹೈಕೋರ್ಟ್ ಜಡ್ಜ್ ಹೇಳ್ತಾರೆ ಹಾಗಂತ. ಅವ್ರು ಹೇಳ್ತಾರೆ ಒಂದು ಮಾತನ್ನ, ಇದನ್ನು ನೋಡಿಬಿಟ್ಟು I have visited all over India in the important places including Taj Mahal. This library is equal or better than Taj Mahal ಅಂತ ಅವರು ಕರೀತಾರೆ. ಆಮೇಲೆ ಹೀಗೆಲ್ಲ ಪ್ರತಿಯೊಬ್ಬರೂ ಇಲ್ಲಿ ಬಂದಂತ ನೋಡಿದವರು ಇದು ಜಗತ್ತಿನ ಶ್ರೇಷ್ಠ ಗ್ರಂಥಾಲಯ. ಆದರೆ ಅವ್ರು ಹೇಳೋದು ಒಂದೇ ಒಂದು ಮಾತು, ಯಾಕೆ ಇದು ಉದಾಸೀನ ಮಾಡ್ತಾ ಇದೆ ಸರ್ಕಾರ, ಸಂಘ ಸಂಸ್ಥೆಗಳು, ಇದು ಹಾಳಾಗಬಾರ್ದು ಅಂತ ಒಂದು ದೃಷ್ಟಿ ಇಟ್ಕೊಂಡು ಇದು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ತಾವುಗಳು ಎಲ್ಲರೂ ಮನಸ್ಸು ಮಾಡಿ ಈ ಗ್ರಂಥಾಲಯಕ್ಕೆ ಸಹಕಾರವನ್ನು ನೀಡಿ, ಇದಕ್ಕೇನಾದರೂ ನೀವು ಹೆಲ್ಪ್ ಮಾಡ್ತೀನಿ ಅಂತಂದರೆ ಈ ಗ್ರಂಥಾಲಯವನ್ನು ಉಳಿಸಿ ಹೋಗ್ತೀನಿ. ದಯವಿಟ್ಟು ಈ ಬಗ್ಗೆ ಎಲ್ಲ ಗಮನ ಹರಿಸಿ ಅಂತ ನಾನು ಗೌರವಪೂರ್ವಕವಾಗಿ ನಾನು ವಿನಂತಿಸ್ತೇನೆ. ಇದು ಗಾಂಧೀಜಿ ಬಗ್ಗೆ ಒಂದು ದೊಡ್ಡ ಶೋಕೇಶ್ ಮಾಡಿ ಅದರಲ್ಲಿ 2,500 ಗಾಂಧೀಜಿ ಬಗ್ಗೆ ಬುಕ್ಸ್ಗಳನ್ನ ಇಟ್ಟಿದ್ದೇನೆ. ದಯವಿಟ್ಟು ಇದು ಏನೇನು ಗಾಂಧೀಜಿ ಬಗ್ಗೆ ಬಂದಿದೆ ಅದೆಲ್ಲವೂ ಇಲ್ಲಿ ಒಂದು ಕಡೆ ದೊರಕುತ್ತೆ. ನಂತರ ಇಲ್ಲಿ ವೇದಗಳು, ಉಪನಿಷತ್ತುಗಳು, ಪುರಾಣಗಳು ನೋಡಿ, ಇಲ್ಲೆಲ್ಲ ನೋಡಿ ವೇದಗಳಿದೆ, ಉಪನಿಷತ್ತುಗಳಿದೆ, ಪುರಾಣಗಳಿದೆ, ಎಲ್ಲ ಥರದ ಇವು ಕೃತಿಗಳು ಇಲ್ಲಿ ಒಂದು ಕಡೆ ಬರ್ತವೆ. ಸ್ನೇಹಿತರೆ, 3,200 ರಾಮಾಯಣ ಕೃತಿಗಳನ್ನು ಇಲ್ಲಿ ಸಂಗ್ರಹಿಸಿದ್ದೀನಿ. ತಾವು ನೋಡ್ಬೋದು. ಇದಲ್ಲದೆ ಇನ್ನು ಬೇರೆ ಬೇರೆ ಕಡೆ ಇನ್ನೂ ಇದೆ ರಾಮಾಯಣ ಸರ್. ಇದು ಎಲ್ಲ ರಾಮಾಯಣ, ಇದೆಲ್ಲ ರಾಮಾಯಣ, ಎಲ್ಲ ರಾಮಾಯಣ. 3,200 ರಾಮಾಯಣ ಕೃತಿಗಳು ಇಲ್ಲಿವೆ. ಹಾಗೆ ಭಾಗ ಇದಿದೆ ಮಹಾಭಾರತ, ಸೋರ ದ ವಾಲ್ಮೀകി രാമായണ, ഹനുമാൻ, ആദിത്യ രാമായണ, സുന്ദരകരൻ, അങ്ങനെ നിറയെ എന്ന് വെച്ചാൽ ഫുൾ ഈ ട്രാക്കിൽ മുഴുവൻ കാണുന്നത് രാമായണാണ്. ಇದೆಲ್ಲ ಸಂಸ್ಕೃತಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತ ಪುಸ್ತಕಗಳು, ಸಂಸ್ಕೃತ ಎಲ್ಲ ಸಂಸ್ಕೃತ ಗ್ರಂಥಗಳಿದೆ. ಗೀತಾ, ದ ಡಿವೈನ್ ಮೆಸೇಜ್, ಎಸ್ಸೆ ಆನ್ ದ ಗೀತಾ, ಭಗವದ್ಗೀತೆ ಬಗ್ಗೆ ಭಗವದ್ಗೀತಾ, ದ ಎಂಡ್ ಆಫ್ ಇದೆಲ್ಲ ಭಗವದ್ಗೀತೆ. ಅದೆಲ್ಲ ಫುಲ್ ಭಗವದ್ಗೀತೆಗಳಿದೆ. ഗാന്ധി, ഈ കാണുന്നത് നമ്മുടെ ഗാന്ധി ഭഗവത്ഗീതയെ കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്തതിന്റെ പുസ്തകമാണ് നമ്മൾ ഈ കാണുന്നത്. ഒന്ന് എടുത്തു നോക്കാം. സോറി, ರಾಧಾಕೃಷ್ಣನ್ ಬರೆದಿರ್ತಕ್ಕಂಥ ಗಾಂಧಿ. ಇದು ಬಿಟ್ಟರೆ ಎಲ್ಲ ಸಂಸ್ಕೃತ ಎಲ್ಲ, ಸಂಸ್ಕೃತ ಇದೆಲ್ಲ. ಎರಡನೇ ಮಹಾಯುದ್ಧದ ಬಗ್ಗೆ 14 ಸಂಪುಟಗಳು ಇವೆ. ಎರಡನೇ ಮಹಾಯುದ್ಧದ ಬಗ್ಗೆ മഹായുദ്ധത്തിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഹിസ്റ്ററി ഓഫ് ദ വാർ. അದೇನು ಪ್ರತಿದಿನ ಏನೇನು ನಡೀತದೋ ಆ യുദ്ധത്തിന്റെ ഓരോ ദിവസങ്ങളിലുണ്ടായ ഫുൾ സ്റ്റോറിയാണ് ഇതിൽ എഴുതിയത്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും യുദ്ധം എങ്ങനെ നടന്നതിന്റെ ഫുള്ള് ഡീറ്റെയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. ಇದು 14 ಸಂಪುಟಗಳು ಬರ್ತದೆ. ಟೈಮ್ಸ್ ಆಫ್ ಹಿಸ್ಟರಿ. ಹಾಗಾಯ್ತಾ? ಓಕೆ ಸರ್. ಇಲ್ಲಿ ಬಿಟ್ರೆ ನೋಡಿ, ನೋಡಿ ಡಿಕ್ಷನರಿ ಆಫ್ ಬೈಬಲ್ 1902 1902. ಡಿಕ್ಷನರಿ ಆಫ್ ದ ಬೈಬಲ್. ಹೌದು, ಬೈಬಲ್. ಮತ್ತೆ ತೋರಿಸ್ತೀನಿ ನೋಡಿ. ನೋಡಿ, ಹೋಲಿ ಬೈಬಲ್, ದಿ ಓಲ್ಡ್ ಅಂಡ್ ನ್ಯೂ ಟೆಸ್ಟಿಮೆಂಟ್, one book. ഓക്കെ. രണ്ടും കൂടെ ഓൾഡും പുതിയതായിട്ടുള്ള ടെസ്റ്റിമെന്റ്സ് ഒരു പുസ്തകത്തിലുള്ളതാണ്. ഇത് ഇയർ ഓഫ് പബ്ലിഷിംഗ് ഫ്രണ്ട് ഇത് 1865. 1865 ನೋಡಿ, ಬಹಳ ಪ್ರಾಚೀನವಾದಂಥ ಕೃತಿ ಇದು. ಎಲ್ಲೂ ಸಿಗಲ್ಲ ಇವು. ನೋಡಿ, ಮತ್ತೆ ಡಿಕ್ಷನರಿ ಆಫ್ ಬೈಬಲ್ 1899. 1899. ಓಕೆ.
ಆಲ್ಬರ್ಟೋ ರಗೀಸ್ ಇದು ಆಲ್ಬರ್ಟೋ ಇದ್ರದ್ದು ನೋಡಿ ಇದೆಲ್ಲ 1900 ಇದೆಲ್ಲ old. 1900 പുസ്തക 100 ഇയേഴ്സ് ആയി ഇതിന് ഏകദേശം. അതൊക്കെ അത് കുറച്ച് ചിലതൊക്കെ ഇങ്ങനെ ചതിര് തിന്ന് തുടങ്ങിയിട്ട് ಬಸವೇಶ್ವರ ഇവിടെ കുറച്ച് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. 1967 ഉള്ളത് ഈ സംഭവം. ಹೀಗೆಲ್ಲ ಅಲ್ಲಿ ಓಲ್ಡ್ ಇವೆ ಅಷ್ಟು ಓಲ್ಡ್ ಇದು ಕಲರೆಲ್ಲ ನೋಡು ಚೆನ್ನಾಗಿ ನೋಡಿ ಇದು സെപ്തുഗൈൻ വെർഷൻ അല്ലേ, മീൻസ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്, ഇംഗ്ലീഷിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ. ಇದೆಲ್ಲ ಓಲ್ಡ್ ಇದು. ಆಮೇಲೆ ಮತ್ತೊಂದು ಅಮೂಲ್ಯವಾದ ತೋರಿಸ್ತೀನಿ. അമൂല്യമായ ഒരു പുസ്തകമാണ് ഇനി എടുക്കാൻ പോകുന്നത് പറയുന്നത്. ನೋಡಿ ಮೆಲ್ಲಿಗೆ ನೋಡಿ ಹೊಡಿತೇವಳಿ ಹೋಲಿ ಕಾನ್ಕಾರ್ಡೆನ್ಸ್ ಆಫ್ ದ ಹೋಲಿ ಬೈಬಲ್. ಹೋಲಿ ಬೈಬಲ್ ಇದು ಓಕೆ, ಎಲ್ಲ ಮತ್ತೆ ದೊಡ್ಡ ಬೃಹತ್ ಗ್ರಂಥ ಇದು. ಇದಲ್ಲಿ ಸಿಕ್ಕಿಲ್ಲ, ಮೇ ಬಿ ಇದೆಲ್ಲ ಕ್ರಿಶ್ಚಿಯನ್ಸೇ ನೋಡಿಲ್ಲ, ಅವರೇ ನೋಡಿಲ್ಲ. ಹಾಗಾಗಿ ನೋಡಿದ್ದೆ ಡಿಕ್ಷನರಿ ಆಫ್ ದ ಬೈಬಲ್ ಇದು ಇನ್ನ ಹಿಂದೆ ಇದು ಓಲ್ಡ್. ಹೀಗೆ ഇത് 1906 1906 കണ്ടില്ലേ. ಹೀಗೆ ഇതാ ഇത് ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ನೋಡಿ ഇത് പ്രിന്റഡ് ഇൻ ചൈന 1970. അതെ 1970 മീൻസ് 55 ഇയേഴ്സ് ആയി ഏകദേശം. ಅದ್ರ ಜೊತೆ ಓಲ್ಡ್ ಅಲ್ಲ, ಇದು ಎಲ್ಲ ಇಂಪಾರ್ಟೆಂಟ್ ಮ್ಯಾಟ್ರ್. ಹಿಸ್ಟರಿ ಆಫ್ ಬ್ರಿಟನ್. ಓಕೆ, ವರ್ಲ್ಡ್ ಹಿಸ್ಟ್ರಿ, ವರ್ಲ್ಡ್ ಹಿಸ್ಟರಿ. ಓಕೆ, നയൻറ്റീൻ 1988 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. സോറി, അതെ 19. ಫುಲ್ ಇದೆಲ್ಲ ಜನರಲ್ಗೆ ಹೇಳ್ಬಿಟ್ಟು ತೋರಿಸ್ಬಿಟ್ಟು. അതെ എല്ലാം ഉണ്ട് ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ. ഇതാ റോയൽ ഫാമിലീസ് ഓഫ് യൂറോപ്പ്, സ്വീഡൻ, അങ്ങനെ പോയിട്ട് വൈൽഡ് ലൈഫ് കളക്ഷൻസ്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്, ദ വേൾഡ് ഓഫ് ഫോക്കസ്, ഖജുറാഹോനെ കുറിച്ചുള്ള വെരി ഇമ്പോർട്ടൻറ്റ്. ഖജുറാഹോ, എ സ്റ്റഡി ഇൻ ദ കൾച്ചറൽ കണ്ടീഷൻ ഓഫ് സെൻട്രലൈസ്ഡ് സൊസൈറ്റി, പ്രിന്റഡ് 1982. ಇದು ನೋಡಿ, ಇದು ವೆರಿ ಫೇಮಸ್ ಬುಕ್. ಪೇಂಟಿಂಗ್ಸ್ A to Z. ಆಲ್ ವರ್ಲ್ಡ್ ಪೇಂಟರ್ಸ್. എല്ലാ ലോകത്തുള്ള എല്ലാ പെയിന്റേഴ്സിന്റെയും ഓൾഡ് എല്ലാ പെയിന്റേഴ്സും ഉണ്ട്. റാഫേൽ മാൻറ്റ്, എല്ലാ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെയും വർക്കുകളാണ് ഈ കാണുന്നത്. ഇതിൽ ഡീറ്റെയിൽ ഫുള്ള് വർക്കുകളുണ്ട്. ഇതല്ലേ, ഇതെവിടെയും കാണാൻ പറ്റില്ല നമുക്കിതാ. ತೋರಿಸ್ತೀನಿ ಅಲ್ಲಿ, ನೀನು ತೆಗೀರಿ. ഫുള്ള് പെയിന്റിങ് ഇതാ. ಹಿಂದೆ വേണോ? കൊളംബസ്. ಈ ಥರದ್ದು 1000 ವೆರೈಟೀಸ್ ಆಫ್ ಬುಕ್ಸ್ ಇದೆ. ಈಗೆಲ್ಲ ಇದು ಮಾಡ್ಬೇಕು ನೀವು. ಅವರು തൗസൻഡ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് ബുക്സ് ആണ് പല തരത്തിലൂടെ. ഞാൻ അതിശയിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് കളക്ഷൻ ചെയ്യാനുള്ള ഒരു ಇಂಟ್ರೆಸ್ಟ್ ಹೆಂಗನೆ ಬಂದದನ್ನು ಚುಕ್ಕೆ ಸರ್ ಏನು ಥರ ನಿಮ್ಮದು ಏನೋ ಬುಕ್ ಬೇಕು ಈ ಥರ ಬೇಕು ಎಲ್ಲಿಂದ ಸಿಗ್ತೆ ಏನೋ ಥರ ಐಡಿಯಾ ಸಿಕ್ಕಿದ್ದು ನೀವು? ಐಡಿಯಾ ಏನಿಲ್ಲ, ಮಾಡಲೇಬೇಕು ಇದನ್ನ ಅಂತ. ಇದು ಒಂದು ವರ್ಲ್ಡ್ ಅಲ್ಲಿ ಒಂದು ಫೇಮಸ್ ಆಗಬೇಕು ನೋಡಿ. ಮಲಯಾಳಂ ಇದು ವಿಶ್ವಕೋಶಗಳು, മലയാളം ഇല്ല വിശ്വ സാഹിത്യ വിജ്ഞാന കോശം. ഇത് പബ്ലിഷ്ഡ് ഇൻ 1996 ആണ്.
സർവവിജ്ഞാന വിശ്വസാഹിത്യ വിജ്ഞാന കോശം ഇവിടെ മലയാളം കുറേ ഉണ്ട് ಇದುപോലെ ಇದ ಅಲ್ಲಿ ಅದೆಲ್ಲ ತೆಗಿಲವೆಲ್ಲ ನೋಡಿ ಅಲ್ಲಿ. ಆಯ್ತು ಅದು ಅಲ್ಲಿ ಅದೆಲ್ಲ ವಿಶ್ವಕೋಶಗಳು. ಅದೇ ವಿಶ್ವ. ಅಲ್ಲಿ ഈ കാണുന്നതാണ് മലയാളം വിശ്വകോശമാണ്. ഈ കാണുന്നതൊക്കെ അതാ മലയാളത്തിലെ പതിപ്പുകൾ. ಅದೆಲ್ಲ ಗಾಂಧೀಜಿ ಬಗ್ಗೆ. ಗಾಂಧೀಜಿ ಅದല്ലേ. ಓಕೆ. ಅದು ವರ್ಲ್ಡ್ ಇವೆಲ್ಲ ಸಂಬಂಧಪಟ್ಟವು. ഈ കാണുന്നതൊക്കെ ലീഗൽ ലോനെ സംബന്ധിച്ചുള്ള ഓൾഡ് ബുക്കുകളാണ് കാണുന്നത്. ಹೇಳ್ತೀನಿ ಬನ್ನಿ ನಾನು ಯಾವ್ಯಾವ ಭಾಷೆ ಡಿಕ್ಷನರಿ ಇದೆ ಅಂತ. ಪ್ಲೀಸ್ ಟೆಲ್ ಮಿ ಯು ಆರ್ ಸರ್ಚಿಂಗ್ ಫಾರ್. ಹಳೇದು ವೆರಿ ಓಲ್ಡಾ. ಓಕೆ ಓಕೆ. ಹಾಗಾಗಿಲ್ಲ. വേറൊരു മുറി, ഇത് വേറെ റൂമാണ്. ഇത് ಇದೇ ವೆರಿ ಇಂಪಾರ್ಟೆಂಟ್. ವರ್ಲ್ಡ್ಗೆ ಹೋಗೋದು ಇದೆಯಾ? ഈ അലമാരികളിൽ ഫുള്ളായിട്ട് കാണുന്നത് ഓരോന്നോരോന്ന് തുറന്നു തരുന്നുണ്ട് നമുക്ക്. ഓക്കെ സർ. ಫುಲ್ ಕೆಳಗಿನ ಮೇಲ್ಗಡೆ ಪೂರ್ತಿ ಬರೋಂಗೆ ಮಾಡಿ. ಓಕೆ. ഓക്കെ. ഒരുപാട് ഈ കാണുന്ന മുഴുവനും അലമാരകളിൽ പുസ്തകങ്ങൾ അട്ടിക്കട്ടിക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എത്തിയാൽ ഞെട്ടും. ശരിക്കും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടും, വേറെ കാര്യം. അത്രക്കും ഗംഭീരാണ്. എനിക്ക് ഇതാ. ഓക്കെ സാർ, അത്ര തോന്നുന്നു. ಇದು ಬನ್ನಿ ಈಗ അല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാല് സ്പീഡിൽ പോവുക. കാരണം അത്രക്കുണ്ട്. അത്ര അലമാരികളിൽ ഫുള്ള് പുസ്തകങ്ങൾ. അതാ ഇവിടെ അങ്ങനെ പോയാൽ അപ്പുറത്ത് പുസ്തകങ്ങൾ. ഇത് കണ്ട് ഇത്രയും വിശദമായിട്ട് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഇതാ. ಈಗ ತಾವು ನೋಡ್ತಾ ಇರೋದು ನೋಡಿ, ಇದು ಡಿಕ್ಷನರಿಗಳು. ಬಹುಶಃ ಅದು ಎಷ್ಟಿರ್ಬೋದು ಅಂತ ನೀವು ಹಾಗೆ ಆಲೋಚನೆ ಮಾಡಿ. 5,000 ಡಿಕ್ಷನರಿಗಳಿದೆ ಇಲ್ಲಿ. 5,000 ಅಂದರೆ ಎಲ್ಲ ಭಾಷೆ ಡಿಕ್ಷನರಿಗಳು ಇದೆ. ಕನ್ನಡ, ಹಿಂದಿ, ಇಂಗ್ಲೀಷು, ತಮಿಳು, ತೆಲುಗು, ಮರಾಠಿ, ಬಂಗಾಳಿ, ರಷ್ಯನ್ ಭಾಷೆ, ಚೀನಿ ಭಾಷೆ, ಕೊರಿಯಾ ಭಾಷೆ, ಹೀಗೆ 5,000 ಡಿಕ್ಷನರಿಗಳಿಲ್ಲಿದೆ. ಇದೊಂದು ಡಿಕ್ಷನರಿಗಳ ಬೆಟ್ಟ ಅಂತ ಕರೀತಾರೆ. ഡിക്ഷണറികളുടെ മല എന്നാണെന്ന് മൂപ്പര് പറഞ്ഞിരുന്നത്. അങ്ങേക്കൂടെ പറയുന്ന ഡിക്ഷണറികളുടെ മലയാണ് ഉണ്ടാക്കി വെച്ച്. ചൈന എല്ലാ രാജ്യങ്ങളുടെയും ഡിക്ഷണറി ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതിശയല്ല ഇതൊക്കെ കാണുമെന്ന് പറയുമ്പോൾ. ಹೀಗೆ ಇದೊಂದು ವಿಶೇಷವಾದಂಥ ಇದನ್ನು ನಾವು ಮುಂದೆ ತಲೆಮಾರಿಗೆ ಸಾಗಿಸ್ಬೇಕು ಅಂದರೆ ಇದನ್ನು ಉಳಿಸ್ಕೋಬೇಕಾಗಿರುತ್ತೆ. ಇದು ನೋಡಿ, ಇದು ಕನ್ನಡ ಇಂಗ್ಲಿಷ್ ಡಿಕ್ಷನರಿ ಕಿಟ್ಟಲ್ದು. ಕನ್ನಡದಲ್ಲಿ ಬಂದಂತ 1894 ಕಿಟ್ಟಲ್ ಡಿಕ್ಷನರಿ. ಇದು ಕಿಟ್ಟಲ್ ಡಿಕ್ಷನರಿ, ಕನ್ನಡ ಇಂಗ್ಲಿಷ್ ಡಿಕ್ಷನರಿ. ಏನು ವರ್ಷ ಇದು ಸರ್? ಇದು 1893 ಈಗ ಇದು ಇತ್ತೀಚಿಂದು 1894 ಡಿಕ್ಷನರಿ. ಹೀಗೆ ಎಲ್ಲಾ ತರದ ಡಿಕ್ಷನರಿಗಳು ಇಲ್ಲಿದೆ. ಇದೊಂದು ವಿಶೇಷತೆ. ಇದು ಸ್ಪೆಷಲ್ ವಿಶೇಷ. ಸ್ಪೆಷಲ್ ವಿಶೇಷ. ಈಗ ಎಲ್ಲಾ ತರದ ಡಿಕ್ಷನರಿ ಇದೆ. ಸ್ನೇಹಿತರೆ, ಇದನ್ನ ನಮ್ಮ ಮುಂದೆ ತಲೆಮಾರಿಗೆ ಸಾಗಿಸ್ಬೇಕು ಅಂದ್ರೆ ನಾವು ಉಳಿಸ್ಬೇಕಾಗಿದೆ. ಅದೇ ನನಗೆ ಚಿಂತನೆಯಾಗಿದೆ. ತಾವುಗಳ ಈ ಬಗ್ಗೆ ಎಲ್ಲ ಮನಸ್ಸು ಮಾಡಿ ಆರ್ಥಿಕವಾಗಿ ನೆರವು ನೀಡಿದರೆ ಇದನ್ನೆಲ್ಲ ಮುಂದೆ ತಲೆಮಾರಿಗೆ ನಾನು ಉಳಿಸ್ತೀನಿ ಅನ್ನೋ ಒಂದು ಭರವಸೆಯನ್ನು ಕೊಡ್ತಾ
ಇದು ತೆಗೀರಿ, ಆಕ್ಸ್ಫರ್ಡ್ ತೆಗೀರಿ. Dinosaurs of Prehistoric Life, Illustrated Oxford Dictionary. പുസ്തകങ്ങളുടെ ഒരു കൂമ്പാരാണ്. ആർക്ക് ലോകത്ത് ആർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി. ഇത് ലൈബ്രറിനൊക്കെയുള്ള ചരിത്രത്തിന്റെ ആൽബം. ആ സേ കറക്റ്റ്. ഓക്കെ, ಇದು ಜನಪದ ನೋಡಿ, ಇದು ಬಂದಿಲ್ಲ. ಓಕೆ, ಓಕೆ, ರೆಕಾರ್ಡ್ ಆಯ್ತಾ ಇದೆಯಾ? ಇದು ಎಲ್ಲ ಕಾಣಿಸ್ತದೆ, ಎಲ್ಲ ಕಾಣಿಸ್ತದೆ. ಓಕೆ, ಇವರು ಫ್ಯಾಮಿಲಿ ವೈಫ್. നമ്മളിപ്പോഴും ഇത്ര കണ്ടതിന് ശേഷം, പുസ്തകങ്ങൾക്ക് ശേഷം ആൻഡ് കെ ഗൗഡന്റെ കളക്ഷൻസ് ആണ്. ഇതുണ്ടല്ലേ കോയിൻസ്, ಓಲ್ಡ್ ಕಾಯಿನ್ಸ್ಗಳಿದೆಲ್ಲ, ಎಲ್ಲ ಥರದ ಕಾಯಿನ್ಸ್, കോയിനുകൾ, എല്ലാത്തരം കോയിനുകളുടെയും കളക്ഷൻ ഉണ്ട്. അതും കൂടെ കാണാൻ പറ്റും. ಇದೆಲ್ಲ ಹಳೆ ಮುಗಳ ಥರ ಹಳೇದು, ತುಂಬಾ ಹಳೇದು. ಇನ್ನು ಬೇರೆ ಇದೆ, ಅದೆಲ್ಲ ಒಂದೊಂದು ಟೈಪ್ ಒಂದೊಂದು ಕಡೆ ಮಾಡಿದ್ದೀನಿ. ಓಕೆ ಸರ್, ಓಕೆ. ಇದು 150 ವರ್ಷದಲ್ಲಿ ಈ ಥರ ಕಾಯಿನ್ಸ್ ಇದೆ. 250 വർഷം പഴക്കമുള്ള 1818 1818 1762 റുപ്പീസ് 2 അണ്ണാസ് 8. ഇതുണ്ടോ? ഇത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനീൻ്റെതാണിത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി, യുണൈറ്റഡ് കിങ്ഡം, ലണ്ടൻ. ಇದು ರಾಮಟಂಕ, രാമലക്ഷ്മണ സീത. ഓക്കെ, ഓക്കെ, രാമലക്ഷ്മണ സീത. ഫർട്ടേണിറ്റി. ഇതൊന്നും ഇയറൊക്കെ മാഞ്ഞു വേണ്ടതില്ല ശരിക്കും. അപ്പോൾ പുസ്തകങ്ങളും കോയിനും ഒക്കെ കണ്ടതിന് ശേഷം ഇത് നമ്മൾ വളരെ കോയിൻ കളക്ടേഴ്സിൻ്റെ അടുത്ത് കാണാൻ പറ്റാത്തതാണ് ഇത് കാണുന്നത്. ഇതല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ കോയിൻ, കറൻസിയാണ് ഇത്ര. ഇത് കറൻസി. ഇത് 100 റുപ്പീസ്. ഇത് ഈ കാണുന്നത് ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ളതാ. ₹50. ഒരുപാട് കളക്ഷൻസ് അതുണ്ടല്ലേ. ഇനി ഒരുപാടുണ്ട് ഇവിടെ എടുത്തു വെച്ചിട്ടില്ലേ, അതൊക്കെ. ഈ കാണുന്നത് ഗോൾഡ് കോയിനാണ്, ശരിക്കും ഗോൾഡ് കോയിൻ. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് ബുക്ക് മന എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുസ്തകത്തിൻ്റെ വീട്. ആ വീടെല്ലാം നമ്മൾ മാക്സിമം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കോയിൻസ് കണ്ട്, നോട്ടുകൾ കണ്ട്, അവർ മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ വയസ്സാം കാലത്ത് ഒരുപാട് നല്ലത് കാണിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും ഒരുപാട് കാണിക്കാനുണ്ട് സത്യത്തിൽ, അത് കംപ്ലീറ്റ് കഴിയില്ല. എന്തായാലും ഇത്രയും ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് വന്ന് നിങ്ങളതൊക്കെ കാണിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് വരെ എല്ലാവർക്കും ബൈ ബൈ പറയുന്നു. താങ്ക് യു.